അപ്പം ഞാനിപ്പോൾ കാണിക്കുന്നത് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടും അതുപോലെ പിമ്പിൾസ് പോകാൻ വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീനാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ ഒരു 1 മന്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ ചെയ്യണം കേട്ടോ. ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. ട്രസ്റ്റ് മീ, എൻ്റെ ഫേസിലെ പിമ്പിൾസ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു മൈ ചാനൽ ദ ബ്യൂട്ടി ബീസ്റ്റ്. അപ്പം ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. യെസ്, അപ്പം ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടും പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു 3 സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടുത്തെ പറയാനുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. 8-9 ഗ്ലാസ് വെള്ളം ഡെയിലി കുടിക്കണം. വെള്ളം കുടിച്ചാൽ മാത്രമേ ബാക്കി സ്കിൻ കെയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. വെള്ളവും അതേപോലെ തന്നെ ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ, ചീര പോലത്തെ എല്ലാ പച്ചക്കറികളൊക്കെ കഴിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. അതിൻ്റെ കൂടെ ഇതും കൂടെ ചെയ്താൽ നല്ല മാറ്റം. അപ്പോൾ ഈ ഒരു റൂട്ടീൻ നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. CTM, അതെ, CTM, ക്ലെൻസിങ്, ടോണിങ് ആൻഡ് മോയ്സ്ചറൈസിങ്. അതെ, ഈ CTM മെത്തേഡ് കുറേ പേർക്ക് അറിയാം, പക്ഷെ ഇപ്പോഴും കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. എല്ലാ സ്കിൻ ടൈപ്പിനും ഒരേ പ്രൊഡക്റ്റ് അല്ല. ഓരോരോ ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ വേറെ വേറെ പ്രൊഡക്റ്റാണ് കേട്ടോ. ആ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പം നമ്മൾ ആരുടെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ സ്കിന്നിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ കിട്ടുന്നുണ്ട്, റാഷസ് വന്നിട്ടുണ്ട്, അതുപോലെ പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് മാത്രമേ എപ്പോഴും. അപ്പോൾ ഇത് പ്ലം എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഈ എപ്പോഴും അപ്പോൾ നിങ്ങൾ ഈ ബ്രാൻഡ് തന്നെ ചൂസ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ചൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലം ആണെന്നേ ഉള്ളൂ. എൻ്റെ പിമ്പിൾസ് പോകാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഗ്ലൈക്കോലിക് ആസിഡ് വരുന്നതുകൊണ്ട് പിമ്പിൾസ് പോകാൻ കുറച്ച് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് വാങ്ങിക്കുമ്പം അതിനകത്ത് ഗ്ലൈക്കോലിക് ആസിഡ് ഉണ്ടെന്ന് നോക്കിയിട്ട് മേടിക്കാം. പിന്നെ ഇതിനകത്ത് ഫൈറ്റ് പിമ്പിൾസ് കൺട്രോൾസ് ഓയിൽസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ശരിക്കും അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു ജെൽ കൺസിസ്റ്റൻസി അല്ല. ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും ചെറിയ ചെറിയ ബീഡ്സ് വരുന്നുണ്ട്. ഒരു കണ്ടോ, ഗ്രീൻ കളറിലെ ബീഡ്സ് ഗ്ലൈക്കോലിക് ആസിഡ് എക്സ്ട്രാക്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പം അത് സ്കിന്നിൽ ഡിസോൾവ് ആവുന്നതിന് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തെടുക്കണേ. കുറച്ച് സെക്കൻഡ്സ് നന്നായിട്ട് പതപ്പിച്ചിട്ട് എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാം. നെക്സ്റ്റ് വൺ ടോണറാണ്. ഇതും പ്ലമ്മിൻ്റെ തന്നെയാണ് ടോണർ. ഇതിനകത്തും ഗ്രീൻ ടീ എക്സ്ട്രാക്ട് വരുന്നുണ്ട്, ഗ്ലൈക്കോലിക് ആസിഡ്. അപ്പോൾ എപ്പോഴും ഒരു ടോണർ നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ ഗ്ലൈക്കോലിക് ആസിഡ് ഉള്ളത് മാത്രം ചൂസ് ചെയ്യുക. അതാണ് നിങ്ങളുടെ സ്കിന്നിലെ പിമ്പിൾസ് ഒന്ന് റെഡ്യൂസ് ചെയ്യാനും അതേപോലെ മാർക്സ് ഉണ്ടെങ്കിൽ അത് പോകാനും പിന്നെ ഓയിലി സ്കിൻ ഉള്ളവർക്ക് അതിൻ്റെ ഒരു ഓയിൽ പ്രൊഡക്ഷനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഗ്ലൈക്കോലിക് ആസിഡ് അതിനകത്ത് ഉണ്ടാകുമ്പോഴാണ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട്. എപ്പോഴും നിങ്ങൾ ക്ലെൻസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ടോണർ നമ്മുടെ പോസ് ഒക്കെ തുറന്ന് വരും കേട്ടോ. ആ ഒരു ക്ലെൻസ് ചെയ്യുമ്പോൾ പോസൊക്കെ ഒന്ന് ക്ലോസ് ആവാൻ വേണ്ടിയിട്ടാണ് ടോണർ യൂസ് ചെയ്യണത്. അപ്പം കണ്ടോ, അപ്പം ഇതിങ്ങനെ ജസ്റ്റ് സ്പ്രേ ചെയ്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ്. എന്നിട്ട് കുറച്ച് സെക്കൻഡ്സ് ഇതൊന്ന് എബ്സോർബ് ആവുന്ന വരെ സ്കിന്നിൽ വയ്ക്കുക. കളയണ്ട കേട്ടോ, എബ്സോർബ് ആവുന്ന വരെ അങ്ങനെ വയ്ക്കുക. ഞാൻ പണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് മുമ്പ് ഇതിന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ടോണർ അടിച്ചിട്ട് എന്നിട്ടും ഞാൻ ടോണർ അടിച്ചിട്ട് വീണ്ടും മുഖം കഴുകും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് പണ്ട് അറിയണ്ടായിരുന്നില്ല ടീനേജിലൊന്നും. അപ്പോൾ നന്നായിട്ട് ഇത് എബ്സോർബ് ആവുന്നുണ്ട് കേട്ടോ സ്കിന്നിലേക്ക് പെട്ടെന്ന്. നെക്സ്റ്റ് നല്ലൊരു മോയ്സ്ചറൈസർ. അപ്പം ഈ മോയ്സ്ചറൈസർ ഇതും പ്ലമ്മിൻ്റെ ആണ്. റൈസ് വാട്ടർ ആൻഡ് നയസിനമൈഡ് ജെല്ല് ആണ് കേട്ടോ. ഒരു ജെൽ ക്രീമാണ്, ഓയിലി അല്ല. എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് പറ്റും കേട്ടോ, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുമ്പോൾ ടോണർ കഴിഞ്ഞിട്ട് ടോണിങ്, അപ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്തിട്ട് ആ നനവോടുകൂടെ തന്നെ ടോണർ അടിച്ചാൽ മതി കേട്ടോ. ഒരുപാട് മുഖം ഡ്രൈ ആക്കണ്ട, കുറച്ച് നനവുള്ള കൂടെ തന്നെ ടോണർ ജസ്റ്റ് സ്പ്രേ ചെയ്യുക. കുറച്ച് സെക്കൻഡ്സ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതും പ്ലമ്മിൻ്റെ തന്നെ റൈസ് വാട്ടർ ജെൽ ഫോമിലാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ ഒരു മോയ്സ്ചറൈസർ കൊണ്ട് നിങ്ങൾക്ക് പിമ്പിൾസിൻ്റെ ആ ഒരു ബ്ലെമിഷസ് ഒക്കെ എന്തുണ്ടെങ്കിൽ പോവും. അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും. പിന്നെ അതേ സെബം പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ലൊരു ഗ്ലോ ഒക്കെ സ്കിന്നിന് തരും നന്നായിട്ട്. കണ്ടോ,
നല്ല സ്മൂത്ത് ആവും കേട്ടോ ഇത് ഉപയോഗിച്ചാൽ. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെയും ചെയ്യണം, അതേപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പും നല്ല റിസൾട്ട് ഉണ്ടാവും. റിമെമ്പർ വൺ തിങ്, കൺസിസ്റ്റൻസി ഈസ് കീ. അതെ, അപ്പോൾ ഒരു മാസം നിങ്ങളിത് ഫോളോ ചെയ്യാൻ തന്നെ നല്ല മാറ്റം ഉണ്ടാവും. അപ്പം ഈ ഒരു 3 മെത്തേഡ് വേണ്ടി എപ്പോഴും ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുക. രാത്രി കിടക്കുമ്പോൾ ഉപയോഗിക്കേണ്ട, പുറത്ത് പോകുമ്പോൾ. പിന്നെ അതേപോലെ നിങ്ങൾ വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ പകൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണം കേട്ടോ. കാരണം ചൂട് വരും, അതിൻ്റെ ഭയങ്കര പൊല്യൂഷനാണ് ഇപ്പം. അതുകൊണ്ട് എപ്പോഴും സൺസ്ക്രീനും കൂടെ ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ ഫ്രൈഡ് ഫുഡൊക്കെ മാക്സിമം ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഉള്ളിലോട്ടും കൂടെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഉള്ളിലോട്ട് ചീത്ത കാര്യങ്ങൾ കഴിച്ചിട്ട് പുറത്ത് ഈ സ്കിൻ കെയർ ചെയ്തുകൊണ്ട് അങ്ങനെ മാറ്റമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ചില ആൾക്കാർ റിസൾട്ട് ഇല്ല എന്ന് പറയുന്നത്. അവർ ഉള്ളിലോട്ട് കഴിക്കുന്നത് ശരിയായിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കില്ല കേട്ടോ സ്കിന്നിന് ആവശ്യമുള്ളത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊരു എന്തൊക്കെ കഴിക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ മുമ്പ് എപ്പോഴും ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് പ്രൊഡക്റ്റ് ഒരിക്കലും ചൂസ് ചെയ്യരുത്. അങ്ങനെയാണ് പലർക്കും പല സ്കിൻ ഇഷ്യൂസൊക്കെ വരുന്നത്. ചില പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ സ്കിന്നിങ്ങനെ പൊട്ടിപ്പോവും, ചില ആൾക്കാർക്ക് പിമ്പിൾസ് വരും, അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് മാത്രം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം